സൂചി കൊണ്ട്. എങ്ങനെയാണ് ബ്രഷ് കൊണ്ട്. എങ്ങനെയാണ് മാലിടുന്നത്? കൈ കൊണ്ട്. അങ്ങനെയല്ല. എങ്ങനെയാണ് ഫോൺ പിടിക്കുക? കൈ കൊണ്ട്. എങ്ങനെയാണ് മുടി ചെയ്യുക? ഇതുണ്ട്. ഏതുണ്ട്? ചീപ്പുണ്ട്. ഓ എങ്ങനെയാണ് ഡ്രസ് ഇടുക? ഇങ്ങനെ. എങ്ങനെയാണ് ബട്ടൺ ഊരിയിട്ട് ഡ്രസ് ഇടുക? ടഫ് ആയിരുന്നു കേട്ടാ. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ എടുക്കും അല്ലേ? കൈ കൊണ്ട് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ഊരും. എന്നിട്ട് പിന്നെയും ബട്ടർ ഇങ്ങനെ ഇടും. എങ്ങനെയാണ് കുരു വരുന്നത്? ഇത് സയൻസ്. ഇത്ര പെട്ടെന്ന് സയൻസ് മതിയോ? കുരു ഇങ്ങനെ അടിയിൽ നിന്നും മുകളിലോട്ട് വരും. അധികം മുട്ട കഴിച്ചാലും കുരു വരും. പിന്നെ നമ്മോട് സായിക്ക് മുട്ട കഴിക്കുമല്ലേ കുരു വരാറ്? അച്ഛൻ പറഞ്ഞുതരാം. ബോഡിയില് ശരീരത്തില് സയൻസോ അത് പറയാം. അലക്കുക. വാഷിംഗ് മെഷീനില് കൈ കൊണ്ട് ഇങ്ങനെ അല്ല പപ്പ തോറ്റു. നീ പറ. കല്ലിന് കൊണ്ടോ? കാലൊക്കെ കല്ലില്. ചോദ്യമായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് അമ്മ ഇങ്ങനെ 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 വളഞ്ഞു വളഞ്ഞു നടക്കുന്നത്? വളഞ്ഞു നടക്കുന്നത് അപ്പൊ ഇങ്ങനെ കാലോട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാ കുഞ്ഞു ചോദിച്ചോ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. ഓക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. എങ്ങനെയാണ് കാത് കുത്തിയിട്ടില്ല. സൂചി വെച്ചോ? ഇനി ഗ്രീഷ്മാവിൻ്റെ അടുത്ത് ചോദിക്കും. എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക? പേപ്പറിൽ കൈ കൊണ്ട് വരയ്ക്കും. ഞാൻ ചിത്രം വരയ്ക്കുന്നത് ആമി അങ്കിളുടെ സിമ്പിൾ ചോദ്യം ചോദിക്കണേ. ചോദിക്കും. എങ്ങനെയാണ് കാർ ഓടിക്കുക? ബെസ്റ്റ് ചോദ്യം. അറിയാത്ത ഒരാൾ. ആദ്യം സ്റ്റാർട്ട്. ഡോറ് തുറന്ന് കയറിയില്ല. ഡോർ അടച്ചില്ല. സോറി. ഫസ്റ്റ് കിട്ടോ ഫ്രണ്ടിലൊരു പട്ടി കട്ട് ചെയ്ത് പോട്ടോ. പല്ല് പറിക്കാൻ ചോദിക്കും. ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. എങ്ങനെയാണ് മുടി കെട്ടിയത്? അറിയോ? അറിയോങ്കിൽ പറ. ടഫ് ക്വസ്റ്റ്യനാണ്. ടഫ് ക്വസ്റ്റ്യൻ മാത്രമേ ഞങ്ങൾ ചോദിക്കൂ. ഓൺലി ടഫ്. ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടൊക്കെ വേണം ഉത്തരം പറയാനായിട്ട്. എങ്ങനെയാ നെക്സ്റ്റ് ആമിക്കുട്ടി ചോദിക്കട്ടെ. ഞാൻ ആമിയോട് ചോദിക്കും. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. അച്ഛനോട് ചോദിക്കാമേ. ഐസ്ക്രീം മേടിച്ചാലും ചോക്ലേറ്റ് അടിച്ചാലും ചോദിക്കാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് പല്ല് പറിക്കുക?
എങ്ങനെയാ പല്ല് പറിക്കാം? അങ്ങനെ പറയുക കൈ കൊണ്ട് ശരി അല്ല ശരി. അതെ സായി പറഞ്ഞ് എന്നാ ഞാനിപ്പോ സൂചി എടുത്തിട്ട് പല്ല് പറിക്കാം. ആരുടെ പല്ല്? രാജേട്ടന്റെ പല്ല്. സായി പറഞ്ഞിട്ട് അവന് അല്ല ഡോറിൽ എക്സാമിന് കാണിക്കുന്നത് സ്വന്തം പല്ല് കുറിച്ച് കാണിക്കണം അങ്ങനെ. അടുത്ത ചോദ്യം അതല്ല, സാഹിബ് ഇല്ല നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ. ഞങ്ങള് പാവങ്ങൾ ഉത്തരം പറയാനായിട്ട് നിങ്ങൾ ടീച്ചർമാർ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ടീച്ചർ രണ്ടുപേരും. ആ ഓക്കെ നെക്സ്റ്റ് നേരെ ക്വസ്റ്റ്യൻ. ഇരുന്നോടത്ത് എനിക്ക് സമ്മതിക്കില്ല. ചെവിയിൽ ഇങ്ങനെ മരുന്ന് കുത്താം. ചോദ്യം രാജു. ആരോടാ? എന്നോടാണോ ചോദ്യം? ആ അത് ശരി. എങ്ങനെ പെട്ടു. എനിക്കറിയില്ല. എന്തും തെറ്റ്. അത് ശരി. പറ, കുഞ്ഞു പറ, ടീച്ചർ പറ. മരുന്ന് എടുത്തിട്ട് തുറന്നിട്ട് അങ്ങ് ചെവിയിൽ ശ്ശേ, അതറിഞ്ഞില്ല രാജകളില്. എന്തൊരു കഷ്ടം നോക്കല്ലേ സായ. ഞാമിക്കോട്ടെ ചോദിക്കും. അതിന് ആമി ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആമിയുടെ വക. വരട്ടെ, വരട്ടെ. ആമിന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ. ആ ഇത് നേരെ ആ ഓ ഇങ്ങനെയാണ് കാത് കുത്തുക. ആ പറ. കണ്ടിട്ടില്ല. അച്ഛൻ വെറുതെ പറയുന്നയാ. ഏ? അതും സൂചി. അത് 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 സൂചിയിലായിട്ടാ? അയ്യോ. ആമിക്കോട്ടെ സൂചിയോണ്ടാണ് കാത് കുത്താ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആണ് ലിപ്സ്റ്റിക് ഇടാം. അതെങ്കിലും ഒന്നും പറയില്ല. അത് ശരി. കൊണ്ട് ലിപ്സ്റ്റിക് എടുക്കാം. ഇങ്ങനെ വെക്കാം. ശരി. കൈ അത്രേ ഉള്ളൂ.